السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين. صدق الله العظيم. وقال النبي صلى الله عليه وسلم: أول من بدل الدين فهو عمرو بن لحي، أو كما قال عليه الصلاة والسلام. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള വീഴ്ചകൾ, പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ അല്ലാഹു അവന്റെ കരുണ കണ്ട ഔദാര്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ കുറച്ച് ദിവസങ്ങളായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പഠിക്കാനുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന്, നിയോഗത്തിന് മുമ്പ് ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? വളരെ തിന്മയിലും അന്ധകാരത്തിലും അനാചാരങ്ങളിലും അവിശ്വാസങ്ങളിലുമായി ലോകം മുഴുവനും ഇരുട്ട് പടർന്നിരുന്നതായ ഒരു സാഹചര്യത്തിലാണ് പ്രകാശത്തിന്റെ കിരണമെന്നോണം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗമുണ്ടാകുന്നത്. നബിതങ്ങളുടെ ജനനത്തിന്റെ സാഹചര്യത്തിൽ ലോകം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നബിതങ്ങളുടെ നിയോഗത്തിന്റെ, ജനനത്തിന്റെ പ്രാധാന്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഒരു ഭാഗത്ത് യഹൂദി മതം അതിൻ്റെ യാഥാർത്ഥ്യത്തെയൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ദിശയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നതായ കാലഘട്ടം. മറ്റൊരു വശത്ത് ക്രിസ്തു മതം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മതം, അതും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ, വിശ്വാസങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവിശ്വാസത്തിലായി, അബദ്ധങ്ങളിലായി ജീവിച്ചു കൊണ്ടിരുന്നതായ ഒരു കാലഘട്ടം. മറ്റൊരു വശത്ത് തീയെ ആരാധിക്കുന്ന മജൂസി മതക്കാർ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അവിശ്വാസങ്ങളിൽ, അന്ധവിശ്വാസങ്ങളിൽ കഴിഞ്ഞുകൂടിയിരുന്ന അവസ്ഥയായിരുന്നു ലോകം മുഴുവൻ. ഈ സമയത്ത് മക്കയും മക്കയുടെ പരിസരത്തുമുള്ളതായ അറബികൾ, അവർ ഒരു ഭാഗത്ത് വിഗ്രഹാരാധനയിലായി കഴിഞ്ഞുകൂടിയിരുന്നു. അവരുടെ പാരമ്പര്യമായി അവർക്ക് കിട്ടിയതായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത് ഇബ്രാഹിം, അതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വിഗ്രഹാരാധനയിലായി കഴിച്ചുകൂട്ടിയിരുന്നു. മറുവശത്ത് എല്ലാ തിന്മകളും, എല്ലാ അന്ധകാരങ്ങളും, എല്ലാ അവിശ്വാസങ്ങളും അവർക്കിടയിൽ പ്രചരിച്ചു.
നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ട്, പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന സമൂഹം, മദ്യപാനത്തിലായിട്ട് കഴിച്ചുകൂട്ടിയിരുന്നതായ സമൂഹം, വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നതായ സമൂഹം, ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം പരസ്പരം പോരടിച്ചിരുന്നതായ സമൂഹം. ഇത്തരത്തിൽ ലോകത്തൊരിടത്തും നന്മയുടെ, സത്യത്തിന്റെ, യാഥാർത്ഥ്യത്തിന്റെ പ്രകാശങ്ങളൊന്നുമില്ലാതിരുന്നതായ, തീർത്തും അന്ധകാരത്തിന്റെയും അവിശ്വാസത്തിന്റെയും അജ്ഞതയുടെയും ഒക്കെ ഇരുള് മാത്രം പടർന്നിരുന്നതായ സാഹചര്യത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത്. ഇവിടെ മനസ്സിലാക്കാനുള്ള രണ്ടാമത്തെ കാര്യം, മില്ലത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരിശുദ്ധമായ സംശുദ്ധമായ ഒരു ജീവിത പദ്ധതി, ഒരു മാർഗം, ഒരു ദീൻ മക്കക്കാർക്കുണ്ടായിരുന്നിട്ട് പിന്നെ എങ്ങനെയാണ് അവിടേക്ക് ഇത്ര മോശമായ വിഗ്രഹാരാധന കടന്നു വന്നത്? ഇതിന് ചരിത്രത്തിൽ കുറച്ച് പുറകോട്ട് സഞ്ചരിക്കേണ്ടി വരും. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ യമനിൽ നിന്ന് പുറപ്പെട്ടതായ ജുർഹൂം ഗോത്രം മക്കയിൽ വന്ന് ഹാജറ ബീവിയുടെയും ഇസ്മായിൽ നബിയുടെയും കൂട്ടത്തിൽ അവിടെ താമസിക്കാൻ തയ്യാറായി. അങ്ങനെ ആ ഗോത്രം അവിടെ ആകെ പടർന്ന് പന്തലിച്ചു. അപ്പോഴും അവിടെ മേൽക്കോയ്മ, നേതൃത്വം ഉണ്ടായിരുന്നത് ഹാജറ ബീവിക്കും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുമാണ്, അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകൾക്കും. ഇസ്മായിൽ നബിയുടെ മരണത്തോടുകൂടി, ഇസ്മായിൽ നബിയുടെ വഫാത്തോടുകൂടി ജുർഹൂം ഗോത്രം മക്കയുടെ ആധിപത്യത്തിലേക്ക്, നേതൃത്വത്തിലേക്ക് വന്നു. അങ്ങനെ കുറെ നാള് മക്കയുടെ നേതൃത്വം ആ ജുർഹൂം ഗോത്രത്തിലായി. പക്ഷെ കാലക്രമേണ അവരും സത്യത്തെയും നന്മയെയും നീതിയെയും ഒക്കെ വെടിഞ്ഞിട്ട് അക്രമത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായി. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകളെ, ആ ഇസ്മായിലി കുടുംബത്തെ ആക്രമിക്കാനും അവരോട് അനീതിയായി പെരുമാറാനും ആ രീതിയിൽ ഒരു അക്രമപരമായ ഒരു ഭരണം അവര് അവിടെ കാഴ്ചവെച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽപ്പെട്ടതായ ചില ആളുകൾ മക്കയുടെ പരിസര പ്രദേശത്ത് താമസിച്ചിരുന്നതായ ഖുസാഅ ഗോത്രം, ഖബീലത്തു ഖുസാഅ, അവരുടെ അടുക്കൽ പോയി അവരോട് സഹായം അഭ്യർത്ഥിക്കുകയുണ്ടായി. ഈ ജുർഹൂം ഗോത്രം നമ്മളോട് അക്രമം കാണിക്കുകയാണ്, നമ്മളെ ഉപദ്രവിക്കുകയാണ്, നമ്മളെ മക്കയിൽ നിന്ന് പുറത്താക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് അവരോട് സഹായം അഭ്യർത്ഥിച്ചു. അതിനെ മാനിച്ചുകൊണ്ട് ഖുസാഅ ഗോത്രം മക്കയിലേക്ക് വരികയും ജുർഹൂം ഗോത്രവുമായി യുദ്ധം നടത്തുകയും അവരെ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുകയും ചെയ്തു. അവകാശവും അതുപോലെ ഭരണവും ഒക്കെ നഷ്ടപ്പെട്ട് നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ടപ്പോൾ ജുർഹൂം ഗോത്രം അതിന്റെ ദേഷ്യമെന്നോണം പരിശുദ്ധമായ സംസം കിണറിനെ മണ്ണിട്ട് മൂടുകയുണ്ട്. ഞങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇനി ആർക്കും ഇത് കിട്ടണ്ട എന്ന ദേഷ്യത്തിൽ സംസം കിണറിനെ മണ്ണിട്ട് മൂടുകയും ഒരടയാളം പോലും ബാക്കി വയ്ക്കാത്ത രീതിയിലാക്കുകയും ചെയ്യും. അങ്ങനെ അവിടെ ഖുസാഅ ഗോത്രം മക്കയുടെ ഭരണത്തിലേക്ക്, മക്കയുടെ ആധിപത്യത്തിലേക്ക് വരികയുണ്ടായി. സത്യത്തിൽ ഇതൊരു പൊതു തത്വമാണ്, അള്ളാഹുവിന്റെ ഒരു പ്രാപഞ്ചിക നിയമമാണ്. ആര്, എന്ന്, എവിടെ അക്രമഭരണം കാഴ്ചവെക്കുന്നുവോ അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അക്രമത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു സമൂഹത്തെ അള്ളാഹു കൊണ്ടുവരിക തന്നെ ചെയ്യും. അക്രമത്തെ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നിലനിർത്തുകയില്ല. അഹങ്കാരത്തെ, അള്ളാഹുവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അഹങ്കാരം. അത് സമൂഹത്തിലാകട്ടെ വ്യക്തികളിലാകട്ടെ, അള്ളാഹു ഒരിക്കലും അത് വെച്ച് പൊറിപ്പിക്കുകയില്ല. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലൗലാ ദഫ്ഉല്ലാഹി الناس ബഅ്ലഹും ബിബഅദ്, അല്ലാഹു ചില ആളുകളെ വേറെ ചില ആളുകളെ കൊണ്ട് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ചില ആളുകൾ അക്രമവുമായി വരുമ്പോൾ ആ അക്രമത്തെ തടയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സമൂഹത്തെ ഓരോ കാലഘട്ടത്തിലും കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇത് അല്ലാഹുവിന്റെ ഒരു തർത്തീബാണ്.
ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തില്ലായിരുന്നുവെങ്കിൽ ലഫസദത്തിൽ അർദ്, ലോകം മുഴുവനും അക്രമം നിറഞ്ഞു പോയേനെ, ലോകം മുഴുവനും നശിച്ചു പോയേനെ. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ലോകത്തോട് അള്ളാഹുവിന്, മാലോകരോട് അള്ളാഹുവിന് വലിയ കാരുണ്യമാണ്. അതുകൊണ്ട് ലോകം നശിച്ചു പോകാതിരിക്കാൻ, ഫസാദിലായി പോകാതിരിക്കാൻ വേണ്ടി ആരൊക്കെ അക്രമവുമായി രംഗത്ത് വരുന്നോ അവരെ തടയാൻ വേണ്ടി ഒരു സംഘത്തെ അള്ളാഹു കൊണ്ടുവരിക തന്നെ ചെയ്യും. അതാണ് ഇവിടെയും സംഭവിച്ചത്. ഖുസാ ഗോത്രം, ജുർഹും ഗോത്രം അവരുടെ കഴിഞ്ഞ കാലത്തെ മറന്നുകൊണ്ട് അക്രമവുമായി അഹങ്കാരവുമായി രംഗത്ത് വന്നപ്പോൾ അവരെ തടയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുസാ ഗോത്രത്തെ കൊണ്ടുവന്നു. ഇതിന്റെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ചരിത്രം ഇത്തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്റിലേക്ക് വരികയും അവിടുത്തെ രാജാവായി മാറുകയും ചെയ്തു. അതിനുശേഷം യൂസുഫ് നബിയുടെ കുടുംബത്തെ മുഴുവനും മിസ്റിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ബനി ഇസ്രായേൽ എന്ന യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 12 സന്താനങ്ങൾ, അവരുടെ പരമ്പരയാണ് ബനി ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്. പ്രവാചകന്റെ പരമ്പരയാണ്, പ്രവാചകന്റെ സന്താന പരമ്പരയാണ് എന്ന ആദരവ് ആ മിസ്റുകാർ, ആ ഈജിപ്തിലുള്ള ആളുകൾ അവർക്ക് നൽകുകയും അവരെ ഒരുപാട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. വലിയ ഉയർന്ന പദവിയിലാണ് അവരവിടെ കഴിഞ്ഞിരുന്നത്. നമ്മളൊക്കെ കിതാബിൽ പഠിച്ചിട്ടുള്ള സംഭവങ്ങളാണിത്. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവർ അഹങ്കാരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ, അക്രമത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആ നാട്ടുകാരായ ഖിബ്തികൾ, അവർക്ക് പിന്നെ അത് സഹിക്കാൻ സാധിച്ചില്ല. അവർ ഇവരെ ആക്രമിക്കുകയും തിരിച്ചടിക്കുകയും അങ്ങനെ ഇത്ര നാളും വലിയ മേൽക്കോയ്മയിൽ കഴിഞ്ഞിരുന്നതായ ബനി ഇസ്രായേലികൾ അവരെ അടിച്ചമർത്തുകയും അവരെ അടിമകളാക്കി മാറ്റുകയും ചെയ്തു ഖിബ്തികൾ. അവരുടെ അഹങ്കാരത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിബ്തികളിലൂടെ അറുതി വരുത്തുകയുണ്ടായി. പിന്നെ ആ അഹങ്കാരത്തിന്റെ ഫലമായി വർഷങ്ങളോളം അവർ ഖിബ്തികളുടെ, ഈജിപ്തുകാരുടെ അടിമകളായി കഴിയേണ്ടി വന്നു. ഈ സംഭവങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ വിവരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അതേ ഖിബ്തികൾ വലിയ അക്രമത്തിലേക്കും അഹങ്കാരത്തിലേക്കും വന്നതായ സാഹചര്യത്തിൽ ഫിർഔന്റെ കാലഘട്ടത്തിലൊക്കെ പിന്നെ അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവന്നു. മൂസാ നബിയിലൂടെ ഖിബ്തികളുടെ അക്രമത്തെ പാടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കുകയുണ്ടായി. ഇങ്ങനെ ധാരാളം ചരിത്രങ്ങൾ. പണ്ടുകാലത്ത് സ്പെയിനിൽ, ഉന്തുലുസ് എന്നറിയപ്പെട്ടിരുന്നതായ സ്പെയിനിൽ, അവിടെ ഒരു അക്രമ ഭരണകൂടം ഉണ്ടാവുകയും ആ നാട്ടുകാരെ മുഴുവനും വലിയ അക്രമത്തിലും അനീതിയിലുമായിട്ട് അവർ ഭരിച്ചിരുന്നതായ സാഹചര്യത്തിൽ അവിടെ മുമ്പുണ്ടായിരുന്നതായ രാജാവ് മുസ്ലിം ഭരണകൂടത്തെ, അമവി ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു, അവരോട് സഹായം തേടുകയും ആ ഖിലാഫത്തിൽ നിന്ന് താരിഖ് ഇബ്നു സിയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അയക്കുകയും അദ്ദേഹം സൈന്യവുമായി വന്ന് ഈ സ്പെയിനിൽ ഉണ്ടായിരുന്നതായ അക്രമ ഭരണത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയുണ്ടായി. പിന്നീട് 700 വർഷത്തോളം തുടർച്ചയായി ഇസ്ലാമിന്റെ ആവിർഭാവമായിരുന്നു, ഇസ്ലാമിന്റെ ഉയർച്ചയുടെ, ഉന്നതിയുടെ കാലഘട്ടമായിരുന്നു. ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ നടന്നത്, ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കപ്പെട്ടത്, ഇതൊക്കെ ആ കാലഘട്ടത്തിൽ സ്പെയിനിലായിരുന്നു. ഇതുപോലെ ധാരാളം സംഭവങ്ങൾ വേറെ. പറഞ്ഞു വന്നത്, ആര് അക്രമത്തിന്റെ ഭരണം, അഹങ്കാരത്തിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് വരാൻ തയ്യാറാവുകയാണോ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുന്നതിന് വേണ്ടി, അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അടുത്ത സംവിധാനം അല്ലാഹു കൊണ്ടുവരിക തന്നെ ചെയ്യും. അക്രമം, അഹങ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അല്ലാഹുവിന് ഇഷ്ടമല്ല. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ കിബ്ർ. ഒരു അണുമണി തൂക്കമാണ് അഹങ്കാരമാരുടെയെങ്കിലും ഹൃദയത്തിലുള്ളതെങ്കിൽ അവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അഹങ്കാരം എന്നുള്ളത് അത് എന്റെ മൂടുപടമാണ്, എന്റെ വസ്ത്രമാണ്. ആരെങ്കിലും അതിൽ എന്നോട് തർക്കിക്കാൻ വന്നാൽ, എന്നോട് തല്ലുകൂടാൻ വന്നാൽ ഞാൻ അവനെ നശിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അഹങ്കാരം എന്റെ സിഫത്താണ്, അത് ആർക്കും എടുക്കാൻ ഞാൻ അനുവാദം നൽകുകയില്ല. ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്, ജുർഹും ഗോത്രം മക്കയിൽ അഹങ്കാരവും അക്രമവും കാണിക്കാൻ തയ്യാറായപ്പോൾ ഖുസാ ഗോത്രം അവരെ ആക്രമിക്കുകയും അവരുടെ അക്രമത്തെ ഇല്ലാതാക്കുകയും ചെയ്തു. അങ്ങനെ അവർ സംസം കിണറക്കം മൂടി ആ വാശിയും തീർത്തിട്ട് അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു.
ഒടുവിൽ ഖുസാ ഗോത്രം മക്കയിൽ ആധിപത്യത്തിലേക്ക് വന്നു. ആ ഗോത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു, ഓരോരുത്തർ ഇങ്ങനെ തലമുറയായി നേതൃത്വത്തിലേക്ക് വന്നു. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു അംർ ഇബ്നു ലുഹൈ. വലിയ നേതാവായിരുന്നു അദ്ദേഹം. അയാൾ ഒരിക്കൽ ഷാമിലേക്ക് യാത്ര പോയ സമയത്ത് അവിടെ അമാലിഖ ഗോത്രത്തെ പരിചയപ്പെടുകയുണ്ടായി. അവിടെ താമസിച്ചിരുന്നത് അമാലിഖ ഗോത്രമായിരുന്നു. അവർ വിഗ്രഹാരാധകരായിരുന്നു. ഒരുപാട് വിഗ്രഹങ്ങളെ വെച്ച് ആരാധിക്കുന്നവരായിരുന്നു. അവരെടുത്ത് അതിനെക്കുറിച്ച് ചോദിച്ചു. ഇത് അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു മാധ്യമമായിട്ടാണ് ഞങ്ങൾ ഈ വിഗ്രഹങ്ങളെ കാണുന്നത്. ഇവരെ ആരാധിച്ച് ഇവരെ തൃപ്തിപ്പെടുത്തി അള്ളാഹുവിലേക്ക് ഞങ്ങൾ എത്തിച്ചേരും. ഇത് കണ്ടപ്പോ അംർ ഇബ്നു ലുഹൈന് വലിയ ഇഷ്ടമായി. കൊള്ളാമല്ലോ, നമ്മൾ ഇത്രനാളും കാണാത്ത ഇലാഹിനെയാണ് ആരാധിച്ചിരുന്നത്, ഇനി നമുക്കൊരു ഇലാഹുണ്ടല്ലോ, കണ്ട് ആരാധിക്കാമല്ലോ, ഇത് കൊള്ളാം എന്നും പറഞ്ഞ് അവിടുന്ന് ഒരു വിഗ്രഹത്തെയും വാങ്ങിച്ചുകൊണ്ട് അയാൾ മക്കയിലേക്ക് വന്നു. മക്കയിലെ ഏറ്റവും വലിയ നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നത് എന്തും അവിടെ അനുസരിക്കും. അയാൾ ഷാമിൽ നിന്ന് കൊണ്ടുവന്നത് ഹുബുൽ എന്ന പേരുള്ള ഒരു വിഗ്രഹമായിരുന്നു. അതിനെ പരിശുദ്ധമായ കാബയുടെ മുകളിൽ സ്ഥാപിക്കുകയും അതിനെ എല്ലാവരും ആരാധിക്കാൻ വേണ്ടി അയാൾ കൽപ്പിക്കുകയും ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മക്കയിൽ വിഗ്രഹാരാധന തുടങ്ങുകയുണ്ടായി. ഇത് അള്ളാഹുവിലേക്ക് എത്തുന്നതിനുള്ള ഒരു മാധ്യമമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വഴിയായി മാത്രം സ്വീകരിച്ചുകൊണ്ട് തുടങ്ങി. പിന്നെ അതിനെ തന്നെ ഇലാഹായിട്ട് ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അമാലിഖ ഗോത്രത്തിന് വിഗ്രഹാരാധന എവിടെ നിന്നാണ് കിട്ടിയത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ നിന്നും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ ചില നല്ല ആളുകൾ, സ്വാലിഹീങ്ങളായ സൽക്കർമ്മികളായ ചില ആളുകൾ, വദ്, സുവാഅ, യഗൂസ്, യഊഖ്, നസ്ർ, ഇവരൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അവരുടെ ഫോട്ടോകൾ, അവരുടെ ചിത്രങ്ങൾ ഉണ്ടാക്കി വെക്കുകയുണ്ടായി. അവരെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ അവരുടെ പഴയ കാലത്തെ കുറിച്ച് ചിന്തിക്കാം, ആ മഹാന്മാരെ നമുക്ക് ഓർക്കാം, അവർ ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാം, അതിന്റെ പ്രചോദനം കിട്ടുന്നതിന് വേണ്ടി അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കാമെന്ന് പിശാച് അവരെ മന്ത്രിക്കുകയും അങ്ങനെ ആ ആളുകൾ ചിത്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു, രൂപങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ആദരിച്ച് 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 അവസാനം അത് ആരാധനയിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെയാണ് ആദ്യമായി ലോകത്ത് വിഗ്രഹാരാധന ഉണ്ടാകുന്നത്. അപ്പൊ വ്യക്തികളെ ആദരിച്ച് ആദരിച്ച് ഒരു പരിധിയിൽ കൂടുതൽ ആദരിക്കുമ്പോഴാണ് പിന്നെ അത് ആരാധനയിലേക്ക് എത്തിച്ചേരുന്നത്. ഇത് വലിയ ഗുരുതരമായ അവസ്ഥയാണ്. ഇന്നും നമ്മൾക്കിടയിൽ നിലനിൽക്കുന്നതായ ഒരു പ്രവണതയാണ്. ഷെയ്ഖുമാരെ ആദരിച്ച് ആദരിച്ച് അവസാനം ആരാധനയിലേക്ക് എത്തുന്നതായ അവസ്ഥ. ഷെയ്ഖുമാരോടുള്ള സ്നേഹം കൂടിക്കൂടി അവരുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് പേഴ്സിനകത്ത്, പരിശുദ്ധമായ ഖുർആനിനകത്ത്, വീട്ടിന്റെ ഉള്ളിലൊക്കെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് അവരോടുള്ളതായ സ്നേഹത്തെ പ്രകടിപ്പിച്ച് അവസാനം അവരെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. നമ്മുടെ ഈ നാടുകളിൽ പോലും ഇന്നും നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഏതെങ്കിലുമൊക്കെ ഷെയ്ഖുമാരെ സ്നേഹിച്ച് സ്നേഹിച്ച് പിന്നെ അവരെ അള്ളാഹുവിനെ പോലെ കാണുന്ന അവസ്ഥ, അവരെ ആദരിക്കുന്ന അവസ്ഥ, അവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതായ അവസ്ഥ. മുൻകാലഘട്ടങ്ങളിൽ അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ ആദരവിന്റെ പേരിൽ സുജൂദ് ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. നബിതങ്ങൾക്ക് മുമ്പുള്ള ശരീഅത്തുകൾ. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും സുജൂദ് ചെയ്ത സംഭവം പരിശുദ്ധമായ ഖുർആനിലുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ മലക്കുകളെല്ലാം സുജൂദ് ചെയ്ത സന്ദർഭം അള്ളാഹു കൽപ്പിച്ചതിന്റെ പേരിൽ. അപ്പൊ ഇതൊക്കെ ആദരവിന്റെ സുജൂദ് ഇസ്ലാമിൽ അനുവദനീയമായിരുന്നു. എന്നാൽ ഈ ശരീഅത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഇസ്ലാമിൽ അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ അത് ആദരവിന്റെ പേരിലാണെങ്കിൽ പോലും സുജൂദ് ചെയ്യാനുള്ള ഒരു അനുവാദവുമില്ല. ആകെ സുജൂദ് ചെയ്യാൻ അനുവാദമുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമാണ്. ഇന്ന് മശായിഖന്മാരെ, ഷെയ്ഖന്മാരെ, തങ്ങളമാരെയൊക്കെ ആദരിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന വളരെ മോശമായ പ്രവണത നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് ശിർക്ക് ഉമ്മത്തിലേക്ക് കടന്നു വരുന്നത്, കുഫർ ഉമ്മത്തിലേക്ക് കടന്നു വരുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവത്തിൽ ജയിലിൽ കഴിയുന്നതായ സമയത്ത് രണ്ട് ആളുകൾ വന്ന് അവർ കണ്ട സ്വപ്നത്തെ കുറിച്ച് പറയുകയും അതിന്റെ വ്യാഖ്യാനത്തെ കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നതായ സംഭവം പറയുന്നുണ്ട്. അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സന്ദേശം,
ഒരൊറ്റ ഇലാഹിനെ ആരാധിക്കുന്നതാണോ അന്തസ്? അതല്ല നൂറുകണക്കിന് വിഗ്രഹങ്ങളെ, നൂറുകണക്കിന് ദൈവങ്ങളെ കൊണ്ട് നടക്കുന്നതാണോ നല്ലത്? ഒരൊറ്റ ഇലാഹിനെ മാത്രം ആരാധിക്കാനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകിയത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ഒരാളെ മാത്രം അംഗീകരിച്ചാൽ മതി, ഒരാളെ മാത്രം ആരാധിച്ചാൽ മതി, ഒരാളുടെ മുമ്പിൽ മാത്രം കൈനീട്ടിയാൽ മതി, കുനിഞ്ഞാൽ മതി. അല്ലെങ്കിലോ ഓരോ ആവശ്യങ്ങൾക്കും ഇങ്ങനെ ഓടി നടക്കേണ്ടതായ നിന്യതയല്ലേ അത്? നൂറുകണക്കിന് 33 കോടി വിഗ്രഹങ്ങളെ ആരാധിക്കപ്പെട്ടിരുന്നതായ കാലഘട്ടം ഉണ്ടായിരുന്നു ഈ ഇന്ത്യയിൽ പോലും. കല്ലിനെയും മുള്ളിനെയും ആരാധിക്കുന്നതായ അവസ്ഥ എത്ര നിന്ദതയാണത്! അതിനേക്കാൾ എല്ലാം എത്രയോ അന്തസ്സാണ്, അഭിമാനമാണ് അള്ളാഹു നമുക്ക് നൽകിയതായ തൗഹീദ്. ഒരൊറ്റ ഇലാഹിനെ മാത്രം ആരാധിക്കാനുള്ളതായ അവസരം അള്ളാഹു വിലമതിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ആദ്യമായി മില്ലത്തെ ഇബ്രാഹിമിനെ ഇല്ലാതാക്കിക്കൊണ്ട് വിഗ്രഹാരാധന കടന്നു വന്നത് ഈ അംർ ഇബ്നു ലുഹൈയിലൂടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അവ്വലു മൻ ബദ്ദല ദീൻ, ആദ്യമായി ഇബ്രാഹിം നബിയുടെ ദീനിനെ നശിപ്പിച്ചത്, അതിനെ മാറ്റിമറിച്ചത് അംർ ഇബ്നു ലുഹൈയാണ്. അവന്റെ കുടലുകളെയും വലിച്ചിഴച്ചുകൊണ്ട് നരകത്തിലൂടെ സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയാണ് ഇബ്രാഹിം നബിയുടെ ദീൻ ഇല്ലാതാവുകയും മക്കയിലേക്ക് വിഗ്രഹാരാധന, അതുപോലതായ ഈ കുഫ്റും ശിർക്കും എല്ലാം കടന്നു വരികയും ചെയ്തു. പറഞ്ഞു വന്നത് ഇത്രയും മോശമായ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രംഗപ്രവേശനം ഉണ്ടാകുന്നതെന്ന്. ചരിത്രം വീണ്ടും മുമ്പോട്ടേക്ക് പോകുന്നു. ഖുസാഅ ഗോത്രം മക്കയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതായ കാലഘട്ടത്തിൽ ആ ഗോത്രത്തിലെ നിലവിലുണ്ടായിരുന്നതായ നേതാവിന്റെ മകളെ ഖുസയ്യ എന്ന് പറയുന്ന വ്യക്തി വിവാഹം കഴിക്കുകയുണ്ടായി. ഖുസയ്യ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ പരമ്പരയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അങ്ങനെ മക്കയുടെ പുറത്ത് താമസിച്ചിരുന്നതായ ഇസ്മായിലി പരമ്പരയിൽ നിന്നും ഖുസയ്യ മക്കയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. മക്കയിലെ നേതാവിന്റെ മകളെ ഖുസയ്യ വിവാഹം കഴിച്ചു. ആ നേതാവ് മരണപ്പെട്ടതിന് ശേഷം പിന്നീട് ആ പരമ്പരയിൽ ഖുസാഅ ഗോത്രത്തിൽ നേതൃത്വം ഏറ്റെടുക്കാൻ പറ്റിയതായ ആരും ഉണ്ടായില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പലതരത്തിലുള്ള സൗകര്യങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുകയാണ്. മക്കയിലേക്ക് ഇസ്മായിലി പരമ്പരയുടെ ആധിപത്യം കടന്നു വരുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത സജ്ജീകരണങ്ങളാണ്. ഖുസാഅ ഗോത്രത്തിൽ പിന്നീട് നേതൃത്വത്തിലേക്ക് വരാനുള്ള ആരുമില്ല. അങ്ങനെ ആ നേതാവ് മരണപ്പെട്ടപ്പോൾ ഖുസയ്യ മക്കയുടെ നേതൃത്വത്തിലേക്ക് വന്നു. ആരാണ് ഖുസയ്യ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കന്മാരിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാൾ, മുഹമ്മദ് ബിൻ അബ്ദില്ല ബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം ബിൻ അബ്ദു മനാഫ് ബിൻ ഖുസൈ. ഈ ഖുസയ്യ വലിയ നേതൃത്വ പാഠവുമുള്ള മനുഷ്യനായിരുന്നു, വലിയ സ്വഭാവ വിശേഷണങ്ങളുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വം പെട്ടെന്ന് തന്നെ മക്കക്കാർ ഏറ്റെടുക്കുകയുണ്ടായി. വലിയ സ്വാധീനം അദ്ദേഹത്തിന് അവിടെ ഉണ്ടായി. ഈ ഖുസയ്യിന് ഉണ്ടായിരുന്ന മറ്റൊരു പേരാണ് ഖുറൈശ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഖുറൈശി ഗോത്രം അവിടെ നിന്നുണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് ഏറ്റവും സുന്ദരമായ ഗോത്രത്തിലാണ്. ഏറ്റവും അഭിമാനവും അന്തസ്സും ഉണ്ടായിരുന്ന പരമ്പരയിലാണ് നബി തങ്ങൾ ജനിച്ചത്. ഈ ഖുസയ്യ അവിടുത്തെ നേതൃത്വത്തിലേക്ക് വന്നതോടുകൂടി പുറത്ത് ഛിന്ന ഭിന്നമായി താമസിച്ചിരുന്നതായ ഇസ്മായിലി പരമ്പരയെ മുഴുവനും മക്കയിലേക്ക് ഒരുമിച്ച് കൂട്ടുകയുണ്ടായി. അങ്ങനെ ഖുറൈശ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഛിന്ന ഭിന്നമായി കിടന്നവരെ ഒരുമിച്ച് കൂട്ടുന്നയാളെന്നാണ്. അങ്ങനെ ഖുസയ്യിലൂടെ ഇസ്മായിലി പരമ്പര മുഴുവനും മക്കയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ അവിടെ ഖുറൈശ് എന്ന പേരുണ്ടായി. ആ പരമ്പര പിന്നീട് മുമ്പോട്ടേക്ക് വ്യാപിക്കുകയുണ്ടായി. ഖുസയ്യിന് ശേഷം അബ്ദു മനാഫ് അദ്ദേഹത്തിന്റെ മകൻ, അതിനുശേഷം ഹാഷിം അദ്ദേഹം വലിയ സ്വഭാവ ഗുണങ്ങളുള്ള വ്യക്തിയായിരുന്നു. സ്വന്തമായി തന്നെ റൊട്ടിയും കറിയും ഒക്കെ ഉണ്ടാക്കി ഹജ്ജിന് വേണ്ടി വരുന്ന ആളുകൾക്ക് ഫ്രീ ആയി ഭക്ഷണം കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. ഇങ്ങനെ ധാരാളം ചെലവഴിക്കുന്നയാൾ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് ഹാഷിം എന്ന പേര് വന്നത്. എത്ര പരിശുദ്ധമായ സുന്ദരമായ പരമ്പരയിലൂടെയാണ് നബിതങ്ങൾ കടന്നു വരാൻ പോകുന്നത്. അള്ളാഹു ഇതൊക്കെ ചെയ്ത തർത്തീബുകളാണ്. ഹാഷിമിന് ശേഷം
അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ യഥാർത്ഥ പേര് ഷൈബ എന്നാണ്. ജനിച്ച സമയത്ത് തന്നെ ചില മുടികൾ വെള്ള നിറമുണ്ടായിരുന്നു, നര ബാധിച്ചതായിരുന്നു. അതിന്റെ പേരിൽ ജനിച്ചപ്പോഴേ നര ബാധിച്ചുകൊണ്ട് ജനിച്ചത് കൊണ്ട് ഷൈബ എന്ന പേര് കിട്ടിയതാണ്. ഹാഷിം വിവാഹം കഴിച്ചത് മദീനയിൽ നിന്നാണ്. ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ച് കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഹാഷിം മരണപ്പെട്ടു. അപ്പോൾ ഭാര്യയും കുടുംബവും മദീനയിലേക്ക് തന്നെ തിരിച്ചുപോയി. ഹാഷിമിന്റെ സഹോദരനായിരുന്നു മുത്തലിബ്. തന്റെ സഹോദര പുത്രൻ അവിടെയുണ്ട്, ഒറ്റയ്ക്ക് കഴിയുകയാണ്, യതീമാണ്, അതുകൊണ്ട് അവനെ സംരക്ഷിക്കണം എന്ന ചിന്തയിൽ ഹാഷിമിന്റെ സഹോദരനായ മുത്തലിബ് മദീനയിലേക്ക് പോയി തന്റെ സഹോദര പുത്രനായ ഷൈബയെ വിളിച്ചുകൊണ്ട് മക്കയിലേക്ക് വന്നു. അപ്പോ മുത്തലിബ് തന്റെ പുറകിൽ ഇരുത്തിക്കൊണ്ടാണ് വാഹനത്തിൽ മക്കയിലേക്ക് കടന്നു വന്നത്. അപ്പൊ കണ്ട ആളുകൾ പറഞ്ഞു, ഇത് മുത്തലിബിന്റെ അടിമയാണെന്ന് പറഞ്ഞ ആളുകൾ വിളിച്ചു അബ്ദുൽ മുത്തലിബ്. അങ്ങനെയാണ് ഷൈബയ്ക്ക് അബ്ദുൽ മുത്തലിബ് എന്ന പേരുണ്ടായത്. മുത്തലിബ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കൊച്ചാപ്പയാണ്. ആ കൊച്ചാപ്പയുടെ അടിമ എന്ന പേരാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഹാഷിമിന്റെ മകൻ അബ്ദുൽ മുത്തലിബ്, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള, അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അബ്ദുൽ മുത്തലിബ് നബിതങ്ങളുടെ പരമ്പരയിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ്. വലിയ നേതൃത്വം ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യപ്പ എന്ന ഒരു സ്ഥാനത്തിന്റെ പേരിൽ തന്നെ അത്ര തന്നെ സൗന്ദര്യവും ഗാംഭീര്യവും ഒക്കെ ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു. മക്കയുടെ മുഴുവൻ ഉത്തരവാദിത്തവും ഹാജിമാരുമായി ബന്ധപ്പെട്ട മുഴുവൻ സേവനങ്ങളും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി. നബിതങ്ങളുടെ വരവിലേക്ക് വഴിവെക്കുന്നതായ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അതിലൊന്നാണ് സംസമിനെ തിരിച്ച് വീണ്ടെടുക്കുക എന്നുള്ളത്. ഈ അബ്ദുൽ മുത്തലിബിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലങ്ങളായി മറക്കപ്പെട്ടിരുന്നതായ സംസമിനെ തിരിച്ചു കൊണ്ടുവരികയുണ്ടായി. ജുർഹും ഗോത്രം വാശിയിൽ ദേഷ്യത്തിൽ മൂടിയിട്ട് പോയതായ സംസമിനെ അബ്ദുൽ മുത്തലിബിലൂടെ അള്ളാഹു തിരിച്ചു കൊണ്ടുവന്നു. അതെങ്ങനെയായിരുന്നു? ഒരിക്കൽ കാബയിൽ കടന്നിറങ്ങുന്നതായ സമയത്ത് അബ്ദുൽ മുത്തലിബ് സ്വപ്നം കണ്ടു, നീ ത്വയ്ബ കുഴിക്കുക. സ്വപ്നത്തിൽ വന്ന ആളോട് ചോദിച്ചു, എന്താണ് ത്വയ്ബ? ഒന്നും പറയാതെ മടങ്ങിപ്പോയി. ഉറക്കത്തിൽ നിന്ന് ഉണർന്നു, എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. 2ാമത്തെ ദിവസം വീണ്ടും അതുപോലെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നീ ബർറ കുടിക്കുക. ബർറ എന്താണ് ബർറ? ഒന്നും മറുപടി പറഞ്ഞില്ല, തിരിച്ചുപോയി. 3ാമത്തെ ദിവസവും വന്നിട്ട് നീ കുടിക്കുക എന്ന് പറഞ്ഞു. എന്താണ് കുടിക്കുക? ഒന്നും അറിയില്ല. 4ാമത്തെ ദിവസം വീണ്ടും സ്വപ്നം ആവർത്തിക്കുകയുണ്ടായി, നീ സംസം കുടിക്കുക. ചോദിച്ചു, എന്താണ് സംസം? അതൊരിക്കലും വറ്റാത്തതായ ഉറവയാണ്, ഹാജിമാർക്ക് കുടിക്കാനുള്ള വെള്ളമാണ്. അതിന്റെ അടയാളങ്ങളും കാണിച്ചു കൊടുത്തു. ഇന്ന സ്ഥലത്ത് ഇന്ന അടയാളം നീ കാണും, അവിടെയാണ് കുഴിക്കേണ്ടത്. അന്ന് അബ്ദുൽ മുത്തലിബിന് ഒരു മകനാണ് ഉണ്ടായിരുന്നത്, ഹാരിസ്. അങ്ങനെ അബ്ദുൽ മുത്തലിബും മകനായ ഹാരിസും കൂടി സംസം കിണർ കുഴിക്കാൻ വേണ്ടി തയ്യാറായി. മക്കക്കാരെല്ലാവരും വന്നു കളിയാക്കി, കുറ്റപ്പെടുത്തി, നിരുത്സാഹപ്പെടുത്തി. ആരും കൂട്ടത്തിൽ കൂടാനും തയ്യാറായില്ല. പക്ഷെ ഇത് എനിക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു നിർദ്ദേശമാണ്, അതുകൊണ്ട് ഞാൻ ഈ പിന്തിരിപ്പിൽ ഒന്നും ഞാൻ വകവയ്ക്കുകയില്ല എന്ന് പറഞ്ഞ് ആ വാപ്പായും മകനും കൂടി കഷ്ടപ്പെട്ട് കുഴിക്കുകയുണ്ടായി. കുഴിച്ച് അവസാനം സംസം പുറത്തു വന്നു. വലിയ സന്തോഷമായി, വലിയ ആഹ്ലാദമായി സംസം കിണർ. സംസം കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ ആളുകളെല്ലാം കൂടി അവകാശവാദവുമായിട്ട് വന്നു. ഈ സംസമിൽ ഞങ്ങൾക്കും അവകാശമുണ്ടെന്ന് പറഞ്ഞു വന്നു. പക്ഷെ തയ്യാറായില്ല അബ്ദുൽ മുത്തലിബ്. ഇത് ഞാനും എന്റെ മകനും കൂടി കഷ്ടപ്പെട്ടാണ് ഇത് കുഴിച്ചത്, നിങ്ങൾ ആരും സഹായിക്കാനും ഉണ്ടായിരുന്നില്ല, നിരുത്സാഹപ്പെടുത്തിയവരുമാണ് അത്, അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഇതിനകത്ത് അവകാശം ഉണ്ടാവുകയില്ല. പിന്നീട് ചരിത്രത്തിൽ പറയുന്നുണ്ട്, വലിയ തർക്കമായി യുദ്ധത്തിലേക്ക് എത്തി. അങ്ങനെ വേറൊരാളെ മധ്യസ്ഥയ്ക്ക് വേണ്ടി കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയ വഴിക്ക് ഇവരെല്ലാവരും കൂടി വഴിതെറ്റി മരുഭൂമിയിൽ ഒറ്റപ്പെട്ടുപോയി. എല്ലാവരും മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് ആ മരുഭൂമിയിൽ കുഴിച്ചപ്പോൾ അവിടെ നിന്ന് വെള്ളം വന്നു. എല്ലാവരും കുടിച്ചു. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി, അബ്ദുൽ മുത്തലിബിന് തന്നെയാണ് ഈ സംസമിന്റെ അവകാശം. കാരണം ഇവിടെ ഈ മരുഭൂമിയിൽ പോലും അള്ളാഹു അദ്ദേഹത്തിലൂടെ നമുക്ക് വെള്ളം നൽകി. നമുക്ക് ആരെയും കാണണ്ട, ആരെയും മധ്യസ്ഥത വേണ്ട, താങ്കൾക്ക് തന്നെ സംസമിന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ് അവിടെ തന്നെ അവർ തീരുമാനമാക്കി തിരിച്ചു മക്കയിലേക്ക് വന്നു എന്ന് ചരിത്രം. ഈ സമയത്ത് അബ്ദുൽ മുത്തലിബ് ഒരു നേർച്ച ചെയ്യുകയുണ്ടായി. എനിക്കിവിടെ ഈ സാഹചര്യത്തിൽ പ്രതികൂലമായത്, ആരും എന്നെ സഹായിക്കാനില്ലാതെ ഞാൻ ബുദ്ധിമുട്ടിയത്, എനിക്കാകെ ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അള്ളാഹുവേ, നീ എനിക്ക് 10 മക്കളെ നൽകുകയാണെങ്കിൽ അതിൽ ഒരു മകനെ ഞാൻ നിനക്ക് വേണ്ടി ബലിയർപ്പിച്ചു കൊള്ളാം എന്ന് നിയത്ത് ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദുആ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് 10 മക്കളെ നൽകി. അപ്പൊ ഒന്നാമത്തെ സംഭവം, അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം, സംസം കിണറിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി തിരിച്ചു കൊണ്ടുവന്നു. അബ്ദുൽ മുത്തലിബിന്റെ ബർക്കത്തിലൂടെ, അബ്ദുൽ മുത്തലിബിലൂടെ അള്ളാഹു അത് തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ ഓരോരോ സംഭവങ്ങളായി ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട്, യോജിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളുടെ വരവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു. അങ്ങ് ദൂരെ കിടന്നതായ ഹാജറ ബീവിയെ വിജനമായ മരുഭൂമിയായ മക്കയിലേക്ക് കൊണ്ടുവന്നു. ഇബ്രാഹിം നബിക്ക് അള്ളാഹു ഇസ്മായിൽ എന്ന മകനെ നൽകി. അവർ രണ്ടുപേരിലൂടെയും ഇല്ലാതായി തകർന്നു കിടന്നതായ കാബയെ പുനർനിർമ്മിക്കപ്പെട്ടു. സംസമിനെ നൽകി. അവിടെ പരമ്പരകളെ ഉണ്ടാക്കി. പിന്നീട് പുറത്തു പോയതായ അറബി വംശത്തെ ഇസ്മായിലി പരമ്പരയെ വീണ്ടും തിരിച്ച് നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നു. നഷ്ടപ്പെട്ടു പോയതായ സംസമിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. ഈ സംഭവങ്ങളെല്ലാം വിളിച്ചോതുന്നത് ഇവിടെ എന്തോ ഒരു വലിയ സംഭവം നടക്കാൻ പോകുന്നു. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ലോകാടിസ്ഥാനത്തിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതെന്താണ് ആ സംഭവിക്കാണ്ടിരിക്കുന്ന വലിയ സംഭവം? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കടന്നുവരവാണ്, തങ്ങളുടെ ജനനമാണ്, തങ്ങളുടെ നിയോഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിൽ നടന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഭവമാണ് അസ്ഹാബുൽ ഫീലിന്റെ സംഭവം, ആനക്കലഹം. പിന്നെ അതിനുശേഷം അബ്ദുള്ളയുടെ ജനനം, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമുക്ക് എത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിലൂടെ പൂർണ്ണമായ രീതിയിൽ സഞ്ചരിക്കുവാനും അതിലൂടെ ഗുണപാഠങ്ങൾ നേടിയെടുക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പോലെ ജീവിതം മാറ്റി തങ്ങളുടെയും അല്ലാഹുവിന്റെയും സ്നേഹം നേടിയെടുത്ത് ആഖിറത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.